എവരി വൺ വെൽക്കം ബാക്ക്. ഇന്ന് സാറ്റർഡേ ആണല്ലോ, പൊന്നൂനും ലച്ചുനും ക്ലാസ് ഇല്ല. പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കാൻ ഒരു പ്രത്യേക ഉത്സാഹവും സന്തോഷമൊക്കെയാണ് കേട്ടാ. സാധാരണ ഈ 2 ദിവസങ്ങളിലുണ്ടല്ലോ, നമുക്ക് പിള്ളേർക്ക് അവധിയിൽ 2 ദിവസങ്ങളിൽ ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങാറുണ്ട്. ഒരു 7 മണി വരെയൊക്കെ കിടന്നുറങ്ങും. എന്നിട്ട് ആ ഒരു വീക്കിൽ ഒക്കെ മൊത്തം ബാലൻസ് ചെയ്യുക ആ 2 ദിവസമായിരിക്കും. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടാ. പക്ഷെ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് കാരണം സാധാരണ എണീക്കുന്ന സമയത്ത് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുവിധം കുറേ പണികളൊക്കെ ചെയ്തു കേട്ടോ. അത്യാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കറികളും ഉച്ചക്കത്തുള്ള കറിയും ഒക്കെ റെഡിയാക്കി, മീനൊക്കെ നന്നാക്കി, വീടൊക്കെ അടിച്ചൊരു തുടച്ച്, കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കലും വിളക്കെത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുല്ല കേട്ടോ. അപ്പം അത് തലയിൽ വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ കണ്ണൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെറുപയർ ദോശയാണ്. ഞാൻ ഉഴുന്നും ചെറുപയറും കൂടി തലേദിവസം വെള്ളത്തിലിട്ട് അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് പാലക്കച്ചീരയും സബോളയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് ഊത്തപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് പാലക്കച്ചീര പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ പിന്നെ അവരെല്ലാവരും എണീറ്റ് വന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെക്കും. സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെക്കും. ഇപ്പൊ വീട്ടിലുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതിപ്പോ എന്നെ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലെ തക്കാളി ഇതാ പഴുത്തിട്ട് പറിക്കാറായിട്ടുണ്ട്. പച്ച തക്കാളി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടാക്കുമ്പോൾ എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യാം. പിന്നെതാ 2-3 പഴുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ജാനിക്കുട്ടി ആയാലും ലച്ചു ആയാലും ഇതുപോലെ പഴുത്ത തക്കാളി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറിച്ചിട്ട് കഴിക്കും. അവർക്ക് 2 പേർക്കും നല്ല ഇഷ്ടമാണ്. ഇത് ഞാനിതാ നേരത്തെ പറഞ്ഞില്ലേ, ഉഴുന്നും ചെറുപയറും കൂടിയിട്ട് ഇതാ അരച്ചു വെച്ചു. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഉഴുന്നും ചെറുപയറും കൂടിയിട്ട് തലേദിവസം അരച്ചു വെച്ചു. അപ്പൊ നന്നായി പുളിച്ചിട്ട് വേറൊരു ടേസ്റ്റായി. അത് ചെയ്യരുതെന്ന് തോന്നി. അപ്പം അരച്ചിട്ട് ഉണ്ടാക്കിയായിരിക്കും നല്ലതെന്ന് തോന്നി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ സബോളയും പച്ചമുളകും വേപ്പിലയും പിന്നെ നേരത്തെ പൊട്ടിച്ച പാലക്കച്ചീരയൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ 2 സൈഡും മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പകുതി വെജിറ്റബിൾസ് താഴെ പോവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ലെണ്ണ തടവി കൊടുത്തിട്ട് ഞാൻ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണം. പിള്ളേരൊക്കെ എണീറ്റ് വന്ന് താഴെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല കാന്താരിയൊക്കെ ഇട്ട് ഇറച്ച തേങ്ങാ ചട്നിയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട്. ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയില്ല. ഇന്ന് ഞാൻ ചേന കൊണ്ട് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ 2 ദിവസത്തേക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്നലെ തികഞ്ഞില്ല. അധികം വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു. അപ്പോൾ ഈ ദോശയ്ക്ക് ഇന്ന് സാമ്പാറില്ല. സാധാരണ ഞാൻ സാമ്പാറും 2 തരം ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ തക്കാളി ചട്നിയും തേങ്ങാ ചട്നി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ റാഗി ദോശയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണോ നിങ്ങളൊക്കെ ദോശ ഉണ്ടാക്കാറ്? നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ റാഗി ദോശ ഉണ്ടാക്കാറ്. പിന്നെ ഉഴുന്ന് അരച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങിയ കാരണം ഞാൻ റിലാക്സ് ആയിട്ടാണ് കേട്ടോ അവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് ദോശ ചുടുന്നത്. അതല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒരുപാട് പണി ചെയ്തിട്ടാണ് ദോശ ചൂടാട്ടോ. ചിലപ്പോൾ ഒരു ദോശയൊക്കെ കരിഞ്ഞു പോവാറൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എന്താ പറയുക, നേരത്തെ എണീറ്റെല്ലാം കഴിഞ്ഞ കാരണം സമാധാനമായിട്ട് ദോശ ചൂടായിട്ട്. പിന്നെ പൊന്നും ലച്ചും ഉണ്ണിയൊക്കെ എണീറ്റ് വന്ന കാരണം അവരെല്ലാവരും കൂടിയിട്ട് മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ടായിട്ടാ. പിന്നെ അത് അമ്മമ്മ കുളിച്ച് വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ചായ കുടിക്കാൻ ഒരു 10 മണിയൊക്കെ ആയിട്ടാ. എന്താ അച്ചമ്മയും പിള്ളേരും കൂടിയിട്ട് പുറത്തിരുന്നിട്ട് കുശലം വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാതും റെഡി ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നു ഉണ്ണിക്ക് വാരി കൊടുക്കേണ്ട ദോശയായി കാരണം ഞാൻ ചൂടോടുകൂടി ചൂടാണ്. അപ്പം ലച്ചു കഴിച്ചു വന്നപ്പോൾ ലച്ചു പറഞ്ഞു, ഇനി ഞാൻ ചൂടാം, അമ്മ പോയിട്ട് കഴിച്ചോന്ന്. അവള് പരത്തണത് റെഡി ആയില്ലെങ്കിലും അവള് അങ്ങനെ ചെയ്തു തരാറുണ്ട് കേട്ടാ. അപ്പോഴാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഇന്ന് വളം നമ്മുടെ പറമ്പിൽ ഇറക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് ചായം കൊടുക്കണമെന്ന്. അപ്പൊ ഞങ്ങളോട് പുട്ട് ചുടാനാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ വേഗം പുട്ട് ചുട്ടുട്ടാ. പുട്ടും പഴവും പപ്പടം ഉണ്ടായിരുന്നു. പുട്ടായ കാരണം പിന്നെ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പൊ പുട്ട് ചുട്ടു കൊടുത്തു. നമ്മുടെ എല്ലാ പറമ്പിലും ഇന്ന് വളം ഇറക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവരൊരു 6 പേരുണ്ടായിരുന്നു. എല്ലാ പറമ്പിലും പോയിട്ട് അവരിതുപോലെ തെങ്ങിന്റെ അടക്കിലും കവുങ്ങിന്റെ കടക്കിലൊക്കെ ഓരോ ചാക്ക് കൊണ്ടിട്ടിട്ട് പിന്നെ പിറ്റത്തെ ദിവസമാണ് അത് പൊട്ടിച്ചിട്ട് ഇടാട്ടോ. പിന്നെ എല്ലാ പറമ്പിലും പോയിട്ട് ഇങ്ങനെ ഇറക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ അവര് ഈ പറമ്പിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പറമ്പിലേക്ക് പോകും. അപ്പൊ അതിനു മുന്നേ ഇവിടെ ചായ കൊടുക്കണം. അപ്പൊ ഞങ്ങളോട് വേഗം സ്പീഡ് ആക്കാൻ പറഞ്ഞിട്ട് ഞങ്ങള് വേഗം അമ്മയും കൂടെ കൂടിയിട്ടോ. ഞാൻ തേങ്ങ ചെരുകി കൊടുത്തപ്പോഴേക്കും അമ്മ വേഗം പുട്ടിന് കുഴച്ച്
പുട്ടൊക്കെ വേഗം ചുട്ടെടുത്തു. പിന്നെ മൈസൂർ പഴം ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം കാച്ചിയതുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടിയിട്ട് പണിക്കാരും അച്ഛനും പിന്നെ അച്ഛന്റെ സുഹൃത്തും ഉണ്ട് കേട്ടോ. എല്ലാരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുതിരയിലേക്ക് വാഴങ്കൂമ്പ് വെട്ടിയിട്ട് ഉപ്പേരി, മുതിരയും വാഴങ്കൂമ്പും കൂടി ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാഴങ്കൂമ്പൊക്കെ പൊട്ടിച്ചുട്ട. വാഴങ്കൂമ്പിന്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര ദിവസം ഞാൻ ആ വാഴങ്കൂമ്പ് അവിടെ നിർത്തിയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇഷ്ടം പോലെ വാഴങ്കൂമ്പ് ഉണ്ടല്ലോ, ഇത് ഇപ്പൊ എന്തായാലും ഉപ്പേരിക്ക് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഉപ്പേരിക്ക് കുഞ്ഞിതാക്കി അരിഞ്ഞ് നുറുക്കാണ്. മുതിര പിന്നെ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളി ഇട്ടു. ചതച്ച മുളക് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ മുളകും പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി വറുത്തിടുമ്പോൾ കൂടുതൽ ഇഷ്ടം ചതച്ച മുളക് ഇടുന്നത്. അപ്പം അതുണ്ടായിരുന്നില്ല, കഴിഞ്ഞു പോയി. അപ്പം മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ച വാഴങ്കൂമ്പുണ്ടല്ലോ, അതും കുറച്ച് തേങ്ങയും കൂടി ഇടണം. പിന്നെ ഞാൻ തേങ്ങയൊന്നും ചെരുകിയില്ല, എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടിട്ട് പിന്നെ എന്നിട്ട് അതിലേക്ക് മുതിരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, നമ്മളെ വേവിച്ച മുതിര കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരി റെഡിയായി. ചങ്ങനകുളത്ത് പോവാണ്. പൊന്നൂനെ ഉണ്ണീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉണ്ണീനെ പൊന്നൂനെ ഏൽപ്പിച്ചിട്ടുണ്ട് നോക്കാൻ. അപ്പോൾ ഞങ്ങൾ ചങ്ങനകുളത്ത് പോയിട്ട് വരാം. ലച്ചുവിൻ്റെ ആനുവൽ ഡേ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം അടിക്കാൻ കൊടുക്കാണ്ട്. അല്ല, ലച്ചമ്മു സ്കൂട്ടിമ്മലെ പോണത് കേട്ടോ. ഞങ്ങൾ നമ്മുടെ ചങ്ങനാകുളത്ത് ദാസിൽ പോയിട്ട് അമ്മാമ്മയ്ക്ക് 3 അണ്ടർ സ്കേർട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ സ്റ്റിച്ചിങ്ങിന് പോയി. സാധാരണ ഞങ്ങൾ ഒരുവിധം സംഭവങ്ങളൊക്കെ അടിക്കാൻ കൊടുക്കാതെ ഈ ഒരു ബോട്ടിക്കലാണ്. അപ്പൊ അവിടെ കൊടുത്തിട്ട് അവള് പറഞ്ഞു ബുധനാഴ്ച അവൾക്ക് കൊണ്ടുപോകണം, ചൊവ്വാഴ്ച അമ്മ എന്തായാലും പോയി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് നേരെ വിദ്യാർത്ഥി ഭവനിൽ പോയി അമ്മ തൈ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെണ്ടക്കാത്തയും അമരത്തയും മേടിച്ചു. 3 തൈക്ക് 10 രൂപ. അവിടുന്ന് പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ലച്ചു പറഞ്ഞു, ലച്ചുന് ദാഹിക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ജ്യൂസ് മേടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് പർച്ചേസിങ്ങിനൊക്കെ പോയില്ലേ, മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്, അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. അപ്പൊ അവിടെ കയറിയിട്ട് അവള് ജ്യൂസ് എടുക്കാൻ വേണ്ടി, അപ്പൊ അവള് കൊക്കക്കോള എടുക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, അത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞപ്പോ അവൾ അവിടെ വെച്ചുട്ടാ. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നീ അത് എടുത്തോന്ന് പറഞ്ഞപ്പോ അവള് പിന്നെ എന്തെങ്കിലും വേണ്ട, എനിക്ക് വേറെ ജ്യൂസ് മതി. ഇപ്പൊ സ്പ്രൈറ്റ് എടുത്തത് രണ്ടും കണക്ക് തന്നെ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മള് ജ്യൂസൊക്കെ മേടിച്ചു. പിന്നെ പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാരി പോട്ടറിന്റെ കിൻഡർ ജോയ് വാങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ അത് കുറെ തെരഞ്ഞു നടന്നു, കിട്ടിയില്ല കേട്ടാ. അങ്ങനെ എല്ലാം വാങ്ങിച്ചു വന്നപ്പോ ജാനിക്കുട്ടി ഉമ്മർത്ത് ഞങ്ങളെ കാത്തിരിക്കണ്ടായിരുന്നു. അങ്ങനെ വായിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടപ്പോ ഓടി വന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നമ്മുടെ വാഴങ്കൂമ്പ് മുതിര ഉപ്പേരി, പിന്നെ ചേന മോരിക്കറി, പിന്നെ പട്ടത്തി മീൻകറി, നമ്മള് മത്തി മുളക് ഇട്ട് വെച്ചില്ല, അതേ സെയിം റെസിപ്പി തന്നെ. പിന്നെന്താ, മീൻ ഫ്രൈ, പട്ടത്തി വറുത്തത്, പിന്നെ നല്ല നാടൻ മോരും, നല്ല കാന്താരി ഉള്ളി ഇഞ്ചൊക്കെ ഇട്ടിട്ടുള്ള മോരാണ് കേട്ടോ. നല്ല രസമാണ് കുടിക്കാൻ. വേനൽക്കാലത്ത് ആവുമ്പോ ഇത് കിട്ടണം, അപ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കൂടുതൽ അറിയാം. പിന്നെ ഞാനിപ്പോ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നുണ്ട്, അത് കാരണം ഞാൻ രാവിലത്തെ അതേ ദോശ തന്നെ. പിന്നെ മീൻ ഫ്രൈ പാടില്ല കേട്ടോ, പക്ഷെ ഞാൻ ഒരെണ്ണം വെച്ചു. അങ്ങനെ അവരൊന്നും വരുന്നില്ല, അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂന്ന് പറഞ്ഞപ്പോ ഞാന് ഇത് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ കഴിക്കാതിരുന്നപ്പോ ഓരോരുത്തരായിട്ട് വന്നിട്ട്. അപ്പൊ പൊന്നൂന് മോരിക്കറി ഇഷ്ടല്ല. അപ്പൊ പൊന്നു കടുമാങ്ങ അച്ചാറും വഴുതനങ്ങ ഫ്രൈയും ഉപ്പേരിയും കൂട്ടിയിട്ടാ ചോറ് കഴിക്കുന്നത്. പിന്നെ അമ്മയും അമ്മാമ്മയൊക്കെ അച്ഛൻ വന്നിട്ടേ ഊണ് കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പൊ എന്നോട് കഴിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു, ഞാൻ 4:30 എണീറ്റതല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഉറങ്ങി നല്ലൊരു ഉറക്കം എണീറ്റ് വന്നപ്പോഴേക്കും അമ്മ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ചു, കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വേണ്ടി പഠിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെയിൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.